മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിതരെ കൈ നീട്ട് എന്ന് പറയുമ്പോൾ ബബിത കൈ നീട്ടി കൊടുക്കുമ്പോൾ വാച്ച് കൊടുക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, ഇഷ്ടമുള്ളവർക്കോട്ട് കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും. അതാരാണ് ഇഷ്ടമുള്ളവർ? കൃഷ്ണമോള്. ഏറ്റവും കൂടുതൽ സ്നേഹം അവളോടല്ലേ എന്ന് പറയും. കൂടി അവിടുന്ന് എനിക്ക് എല്ലാവരോടും സ്നേഹം തന്നെയാണെന്ന് പറയും. പിന്നെ നിന്നോട് നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നീ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ ബബിതേനെ ഇങ്ങോട്ട് പറയുന്നത് ഞാൻ ചേച്ചിനെ ഒരുപാട് ദ്രോഹിച്ചതൊക്കെ അല്ലേ എന്ന് പറയും. അത് ശരിയാണ്, നീ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ട്. പക്ഷെ നീ ഒന്നും അറിയാണ്ട് എന്നെ സ്നേഹിച്ചില്ലേ. അവരൊക്കെ എന്നെ സ്നേഹിച്ചതിന് ഓരോരോ കാരണങ്ങളുണ്ട്. പക്ഷെ നീ എന്നെ സ്നേഹിച്ചതിന് ഒരു കാരണമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീനയുടെ കണ്ണൊക്കെ നിറയുന്നു. അതിനുശേഷം അതിന് ഞാനൊരു കണക്ക് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ മറക്കില്ല നീ എന്നെ അങ്ങനെ സ്നേഹിച്ചതിനെന്നൊക്കെ പറഞ്ഞ് അലീന തിരിഞ്ഞു നടക്കും. അപ്പം അലീനയ്ക്ക് നമ്മുടെ ബബിതയ്ക്ക് ഭയങ്കര സങ്കടമാവും. ബബിത ആ ഡ്രസ്സിൻ്റെ പൊതി നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കും. അതിനുശേഷം കൃഷ്ണമോളെ എത്തിക്കില്ല. കൃഷ്ണമോളെ നോക്കി ഭയങ്കര പഠിപ്പണല്ലോ എന്ന് പറയും. ആ ചേച്ചി നാളത്തെ കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 മാസം ഫ്രീ ആയില്ലേ എന്ന് പറയും. ആ നീ അടിച്ചു പൊളിക്കാൻ പോകണല്ലേ, അതേ എന്ന് പറയും. എന്നിട്ട് ഇതെന്താ പൊതി എന്ന് ചോദിക്കും. ഇത് നിനക്കൊരു ഗിഫ്റ്റ് എന്ന് പറയും. ഇതെന്താ തുണിയാണോ ഡ്രസ്സാണോ എന്ന് ചോദിക്കും. അതെ. നമ്മളെ കടയിൽ നിന്ന് മേടിക്കാണ്ട് കല്യാണിൽ പോയി വാങ്ങിയോന്ന് ചോദിക്കും. നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയാലേ അച്ഛൻ പൈസ മേടിക്കൂല, ചേച്ചിക്ക് ഓൺലൈനായിട്ടായാലും പൈസ അടയ്ക്കായിരുന്നില്ലേ, അവിടെ നിന്ന് മേടിച്ചാൽ പോരായിരുന്നു എന്ന് പറയും. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാലേ നിർബന്ധിച്ച് അച്ഛനോട് വാശി പിടിച്ചിട്ട് വേറെ കടയിൽ പോയി വാങ്ങിയതാണെന്ന് പറയും. എന്നിട്ട് കൃഷ്ണമോൾക്ക് കൊടുക്കും. അപ്പോൾ നീ എന്നെ സ്നേഹിച്ചില്ലായിരുന്നു, ഞാനിവിടെ എങ്ങനെ പിടിച്ചു നിൽക്കും? ഞാനൊരു ജോലിക്കാരിയെന്ന് അറിഞ്ഞിട്ട് ജോലിക്കാരി ആയിട്ട് പോലും നീ എന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേ മോളെ എന്ന് പറയും. അതെനിക്ക് മറക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടാന്ന് പറയും. അല്ലെങ്കിൽ മറക്കുമോ? അതെ, അടി കിട്ടുന്ന വാക്കുകളൊന്നും പറയരുതിട്ടാന്ന് പറയും. ഞാൻ ഇവിടുന്ന് പോയാലത്തെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയും. ചേച്ചി എന്തിനാ ചേച്ചി ഇവിടുന്ന് പോണ്? ചേച്ചിക്ക് വിഷമില്ലേ? ഇത് ചേച്ചിയുടെയും കൂടി വീടല്ലേ, ചേച്ചിയുടെ സ്വന്തം അമ്മ എന്ന് പറഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളെ വായ പൊത്തണ് അലീന. എന്നിട്ട് പറയും, മിണ്ടാണ്ടിക്ക്, അങ്ങനത്തെ സംസാരമൊന്നും ഇവിടെ വെച്ച് വേണ്ട എന്ന് പറയും. അതെ, ഞാൻ രോഹിത്തിനും മേടിച്ചിട്ടുണ്ട് ഒരു സമ്മാനം, രോഹിത്തിനൊന്ന് വിളിച്ചിട്ടുണ്ട് വരുമോ എന്ന് ചോദിക്കും. ആ വിളിച്ചിട്ടുണ്ട് വരാമെന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ കെടുക്കണ്. അപ്പോൾ അവിടേക്ക് അലീന വരും. അപ്പോൾ അലീന വരുമ്പോൾ അലീന ചോദിക്കും അച്ഛാ എന്ന് വിളിക്കും. ആ കയറി വാടി മോളെ എന്ന് പറയും. അപ്പോൾ കയറി വരും. എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കും. ആ എല്ലാവർക്കും കൊടുത്തു, അച്ഛനും കൊണ്ടുവരണം. എനിക്കോ? എനിക്ക് നീ എന്തിനാ സമ്മാനം വാങ്ങിക്കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. ഓ, അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ജ്വല്ലറിയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പും ഒക്കെ ഉള്ള എനിക്ക് ഇത്തിരി നിൻ്റെ സമ്മാനം അല്ലേ എന്ന് ചോദിക്കും. അതല്ലടി മോളെ ഞാൻ പറഞ്ഞത്, നീ എനിക്ക് ആവശ്യത്തിലധികം സമ്മാനം തന്നിട്ടുണ്ട്, ഇനി നീ എനിക്ക് എന്ത് തരാമെന്ന് ചോദിക്കും. നീ തന്നത് മുഴുവൻ അധികമല്ലേ മോളെ എന്ന് ചോദിക്കും. അപ്പം അത് സാരില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് അറിയും, ഇതൊരു മുണ്ട് ഷർട്ടാണ്, ഇതിനധികം വിലയൊന്നും ഉണ്ടാവില്ല. ആ അതെനിക്കറിയാം, നീ അധികം വിലയൊന്നും മേടിക്കില്ല എന്ന് പറയും. ഞാനുണ്ടായതല്ലേ എന്ന് പറയും. അച്ഛനുണ്ടായാലും അച്ഛൻ ആരൊക്കെയോ ഫോൺ ചെയ്യുന്നത്, അച്ഛൻ എന്നെ സഹായിക്കാനും പർച്ചേസ് ചെയ്യാനും നിന്റെ കൂടെ വന്നില്ലല്ലോ, ആരെയോ കാത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറയും. എടി ഭയങ്കര, നീ അതൊക്കെ ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കും. ആ എനിക്ക് മനസ്സിലായി, എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടെന്ന്, പിന്നെ ഞാനൊന്നും കൂടുതൽ ചോദിക്കാണ്ടെന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ്റെ ആ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. അപ്പോഴത്തേനും അലീന ബാലചന്ദ്രൻ്റെ കാൽക്കൽ ഇങ്ങനെ കുമ്പിട്ട് വീഴും. എടി മോളെ നീ എന്തീ കാണിക്കണേന്ന് ചോദിക്കും. അച്ഛാ എനിക്ക് അച്ഛനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല, ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് എന്നെ സ്നേഹിച്ചൊരു വ്യക്തിന് എന്നെ അടിച്ചിറക്കണതിന് പകരം എന്നെ നെഞ്ചോട് ചേർത്ത, എന്നെ സ്നേഹിച്ച, ഞാൻ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചതും എൻ്റെ മനസ്സിലെന്നും അച്ഛൻ്റെ സ്ഥാനത്ത് ഈ അച്ഛൻ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അലീന കാല് തൊട്ടപ്പോൾ ബാലചന്ദ്രൻ അലീനെ പിടിച്ച് നെഞ്ചോട് ചേർത്തിട്ട് പറയും, നിന്നെ ഞാൻ സ്നേഹിച്ചത് നീ അത്ര നല്ലവളായത് കൊണ്ടാണ്, അല്ലാണ്ട് നീ ആരോടൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. അതാണ് അതും തമ്മിലുള്ള വ്യത്യാസം. എന്നാലും അച്ഛന് മാത്രമേ ഇങ്ങനെ എന്നെ സ്നേഹിക്കാൻ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ അച്ഛന് മാത്രം കഴിയുള്ളൂ, അച്ഛനെ പോലെ വേറൊരു ഭൂമിയിൽ ഒരാൾക്കും ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അലീന കരയിന്. അപ്പോൾ ബാലചന്ദ്രൻ അലീനനെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞിട്ട് ബാലചന്ദ്രനും കരയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലി വണ്ടി ഓടിച്ച് പോകണം. ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. സ്റ്റാൻലി ഹിയർ എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ മിസ്റ്റർ കേണൽ സാർ, നിങ്ങൾ ആരെന്ന് എനിക്കറിയാം, ഞാൻ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മുഖവുരയുടെ ആവശ്യമൊന്നും വേണ്ടാന്നറിയും. നിങ്ങൾ എപ്പോഴും എന്നോട് സംസാരിക്കുമ്പോൾ ഒരു മുൾമുന കുത്തുവാക്ക് പോലെയുള്ള പറയുന്നത്, അല്പം കൂടി മര്യാദയായിട്ട് സംസാരിച്ചൂടെ എന്ന് ചോദിക്കും. ഭാര്യയുടെ കാമുകനോട് ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ സംസാരിക്കണം മിസ്റ്റർ എന്ന് പറയും. ശരി, ഞാൻ അലീനയുടെ കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറയും. അലീനയുടെ കാര്യം അല്ലാണ്ട് നമ്മൾ തമ്മിൽ വേറെ ഒന്നും പറയാനില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വേൾഡ് കപ്പിന് ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ പറയേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്ന് പറയും. ആ ശരി, നിങ്ങൾക്ക് അലീനനെ വേണോ വേണ്ടയോ, എനിക്ക് അത്രമാത്രം പറഞ്ഞാൽ മതി, യെസ് ഓർ നോ, അതല്ല പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയും.
അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാൻലി പറയും യെസ് എനിക്ക് അലീനനെ വേണമെന്ന് പറയും. അത് കേട്ടോടുകൂടി അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പോലെ ബാലചന്ദ്രൻ്റെ മനസ്സൊന്ന് വിറച്ചു. ആകെ ടെൻഷൻ അടിച്ച ആളെ മുഖമൊക്കെ മങ്ങി. വേണം എന്ന് പറഞ്ഞോടുകൂടി മിസ്റ്റർ ബാലചന്ദ്രൻ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല എന്ന് പറയും. അയാളുടെ സ്വരത്തിലെ പതർച്ച നമ്മുടെ സ്റ്റാൻലിക്ക് ശരിക്കും മനസ്സിലാവുണ്ടായിരുന്നു. ലീനനെ തനിക്ക് വേണ്ട എന്നായിരിക്കും ഇയാൾ വിചാരിച്ചതെന്ന് അങ്ങനെ തോന്നൽ വന്നു. പിന്നെ ലീനനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷേ അവൾക്ക് ഒരു ദ്രോഹവും വരുത്തരുത്, ഒരു ഉപദ്രവവും ഉണ്ടാവരുത്. അമ്മ അവളോട് ചെയ്ത ക്രൂരതകളൊക്കെ നിങ്ങൾക്കറിയാലോ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി വരരുത്. ഇവിടെ അനുഭവിച്ച കണ്ണീര് അവിടെ ഉണ്ടാവരുതെന്ന് പറയും. മിസ്റ്റർ, നിങ്ങൾക്ക് പേടിയാണോ ഞാൻ അവളെ വിളിച്ചിട്ട് എന്നേക്കുമായി ശല്യം ഒഴിവാക്കാൻ കൊല്ലുകയോ മറ്റോ ചെയ്യുന്നത്? അങ്ങനെയല്ല, നിങ്ങളൊരു മാന്യനായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ എങ്ങനെയുള്ളവരൊന്നും എനിക്കറിയില്ലല്ലോ. സ്റ്റാൻലി ജോസഫിന് ഒരു വാക്കുള്ളൂ. ഞാൻ അലീനനെ കൊണ്ടുപോകാൻ എപ്പോൾ വരണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അവളോട് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ വീട്ടിൽ ഞാൻ അവളെ കൊണ്ടാക്കി തരാമെന്ന് പറയും. പിന്നെ അവളെ ഞാൻ പറഞ്ഞല്ലോ, അവളെന്തെങ്കിലും അവൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പീഡനം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ടല്ലെങ്കിൽ ഞാൻ നിയമപരമായി ഞാൻ അതിനെതിരെ പോകുന്നുറപ്പം നിങ്ങൾ പേടിക്കേണ്ട, അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും. പിന്നെ ഞാൻ ആരാണെന്ന് അവളോട് പറഞ്ഞു എന്ന് ചോദിക്കും. ഇല്ല, പറഞ്ഞിട്ടില്ല, പറയാനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. പറയണ്ടേന്ന് ചോദിക്കും. പറയണം. എന്നാൽ ശരി മിസ്റ്റർ ബാലചന്ദ്രൻ, താങ്ക്സ്, നന്ദിയുണ്ട് എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വയ്ക്കും. അതിനുശേഷം അലീനനെ കാണിക്കുന്നത്. അപ്പോൾ അലീന തുണിയൊക്കെ മടക്കി വയ്ക്കുന്നത് ബാഗിലാക്കണ്. അപ്പോൾ ബാലചന്ദ്രൻ വാതിൽ തുറക്കും, മുട്ടും. അപ്പോൾ എന്താ അച്ഛാന്ന് ചോദിക്കും. മോളെ വാതിൽ തുറക്കുമെന്ന് പറയും. അച്ഛന് തുറന്നൂടെ, ഞാൻ കുറ്റിയൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയും. എന്തിനാ അച്ഛാ വിളിച്ചതെന്ന് ചോദിക്കും. നീ എന്തെടുക്കുക, ബിസിയാണോ എന്ന് ചോദിക്കും. അല്ല, തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാന്ന് പറയും. പിന്നെ ആ കുളത്തൂപ്പുഴയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്താ അച്ഛാ പറഞ്ഞേ? നിന്നെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ. ആ വലിയ എസ്റ്റേറ്റ് മുതലാളിയാണോ എന്ന് ചോദിക്കും. അതെ. എപ്പോഴാണ് പോകാൻ? നാളെ പോകണമെന്ന് ചോദിക്കും. നാളെ പോകണ്ട അച്ഛാ, നാളെ എനിക്ക് കുറച്ച് പേരോടൊക്കെ പോയി യാത്ര പറയാനുണ്ട്. മറ്റന്നാൾ പോവാം. ശരി, ഉറപ്പല്ലേ? വാക്ക് മാറില്ലല്ലോ? നിൻ്റെ സമ്മതം മാത്രം മതി. അവർക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞു എന്ന് പറയും. അച്ഛൻ എന്നെ അവിടെ കൊണ്ടാക്കണതിൽ ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കും. എനിക്ക് ആ കാര്യത്തിലൊരു ടെൻഷനും ഇല്ല. കാരണം അതിനേക്കാൾ നല്ലൊരു സ്ഥലം നിനക്ക് കിട്ടില്ല. ഞാൻ ഒരുപാട് തേടിയാലും ഞാൻ അന്വേഷിച്ചിട്ട് നിനക്ക് പോകാൻ പറ്റിയൊരിടം, നിന്നെ കൊണ്ടാക്കാൻ പറ്റിയൊരിടം അതാണ്. അതിന് വലിയൊരു ഇടം നിനക്ക് കിട്ടാനില്ല. അവിടെ നീ ഫുൾ സുരക്ഷിതമായിരിക്കും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട് മോളെ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛൻ പേടിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടുന്ന് പോകാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. ഞാനല്ല അച്ഛൻ ഇവിടുന്ന് പോകേണ്ടവള്, ഞാൻ പോകാൻ തീരുമാനിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ പൊക്കോളാന്ന് പറയും. എന്നാൽ ഞാൻ അയാളെ വിളിച്ച് പറയട്ടെ, മറ്റന്നാൾ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന്. അച്ഛൻ വിളിച്ച് പറഞ്ഞോ, ഇനി മാറ്റമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല അച്ഛാ, ഒരു മാറ്റവും ഇല്ല എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ വിഷമത്തോടെ മുകളിലേക്ക് കയറിപ്പോകും. നമ്മുടെ അലീനാണെങ്കിൽ ആകെ സങ്കടത്തോടെ വാതിലൊക്കെ അടച്ച് താൻ ഇവിടുന്ന് പോകണ് എന്നുള്ളൊരു വേദനയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.